പ്രൈസ് ഗോഡ്. ആവേ മരിയ. നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്ത ചില വ്യക്തികളും വ്യക്തിത്വങ്ങളും ഒക്കെ ഉണ്ടാകും നമ്മുടെ ചുറ്റും. നമുക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത് ആരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ആരായിരിക്കും? നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവരായിരിക്കും. കാരണം നമ്മൾ പറയുന്നത് അവർ അംഗീകരിക്കാതെ വരും. നമ്മൾ അവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നതും പറയുന്നതൊക്കെ. പക്ഷേ അവർക്കത് അംഗീകരിക്കാനോ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റിയെന്ന് വരത്തില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്ത കാലം ഏതൊരു റിലേഷൻഷിപ്പിലും അവിടെ യഥാർത്ഥമായ സ്നേഹവും യഥാർത്ഥമായ ബഹുമാനവും ഒക്കെ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ നടുക്ക്, രണ്ട് പേരുടെ നടുക്ക് പരിശുദ്ധാത്മാവ് വർക്കൗട്ട് ആവണം. അപ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ഏറ്റവും ഭംഗിയായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് അതിൽ ഒരാൾ ഈ കോൺവേഴ്സ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഈ ബന്ധം നിലനിർത്തി പോകുമ്പം ഒരാൾ അറ്റ്ലീസ്റ്റ് ഈശോയെ അറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റിയ ഒരാളായിരിക്കണം. അപ്പം ഇപ്പം നിങ്ങളുടെ ജീവിതത്തിലൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ സ്നേഹിക്കാനോ ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു എളുപ്പവഴിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് നമ്മൾ ഒക്ടോബർ മാസത്തിലേക്ക് കിടക്കുവാണ്. ഒത്തിരി ജപമാലകൾ ചൊല്ലി അനുഗ്രഹം നേടാനും നമ്മുടെ കുടുംബത്തിലോട്ടും നമ്മുടെ വ്യക്തിജീവിതത്തിലോട്ടും നമ്മുടെ എന്താ പറയുക സമൂഹത്തിലോട്ടും ഒത്തിരി ഗ്രേസസ് അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റിയൊരു മാസക്കാണ് ജപമാല ചൊല്ലി. ഇപ്പം ജപമാല ചൊല്ലാൻ മടിയൊക്കെ ഉള്ള ആൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇപ്പം നമുക്ക് ഒരാളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ അംഗീകരിക്കാനോ ഉള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് അവരെ കുറച്ചും കൂടെ സ്നേഹിക്കാൻ, അതായത് നമ്മൾ ചില പ്രാർത്ഥനകളൊക്കെ ഇപ്പം ഈ മീറ്റിങ്സിലൊക്കെ വരുമ്പം ഞാൻ കേട്ടിട്ടുണ്ട് കുറേ അമ്മമാരൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിലൊക്കെ ഈ പിള്ളേരൊക്കെ നന്നായി പള്ളി പോകുമായിരുന്നു, അല്ലെങ്കിൽ ഇവർ പറയുന്നൊക്കെ കേൾക്കുമായിരുന്നു. കുറച്ച് നാളായി പിള്ളേരൊന്നും കേൾക്കുന്നില്ല. ഇപ്പോൾ ഒട്ടും ഇവരോട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അതുപോലെ ആ ഒരു ഗ്യാപ്പ് തന്നെ അടഞ്ഞുപോയി. അപ്പം എന്ന് വെച്ചാൽ ഇവരോട് ഒരു കാര്യം, ഈശോയുടെ കാര്യം അല്ലെങ്കിൽ പള്ളി പോകുന്ന കാര്യം തന്നെ പറഞ്ഞാൽ തന്നെ അവർ കേൾക്കത്തില്ല. അതുപോലെ ചില എന്താ പറയുക സ്പൗസസ് ഉണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, പിന്നെ ഡിവോഴ്സിന് വക്കിലെത്തിയ ചില കപ്പിൾസൊക്കെ ഉണ്ട്. അവർക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിൽ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവർ എന്താ പറയുക ഈ ബന്ധം വേണ്ട, ഇത് പോകാം എന്ന് വെക്കുന്നത്. അപ്പം ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകനോ മകളോ അപ്പനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിലെ ആൾക്കാരോ ഒക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട്, അവർ ആ ഒരു സിറ്റുവേഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാനോ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒത്തിരി നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് ഒത്തിരി വർക്കൗട്ട് ചെയ്യും. ആ റിലേഷൻഷിപ്പിൽ ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അവിടെ ഒത്തിരി പരിശുദ്ധാത്മാവ് വർക്കൗട്ട് ചെയ്തിട്ട് ഇതിൽ കുറേ സ്നേഹം കൊണ്ടുവരും. നിങ്ങൾ ഓർക്കും അപ്പുറത്തെ വ്യക്തിക്കായിരിക്കും മാറ്റം വരികയെന്ന്. അല്ല, അപ്പുറത്തെ വ്യക്തി ചിലപ്പോൾ സെയിം രീതിയിലായിരിക്കും പെരുമാറുന്നത്. ഇപ്പം നിങ്ങൾ പറയുന്നതൊക്കെ ഇത് ചെയ്യുന്നുണ്ടോ റിജക്റ്റ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെയായിരിക്കും റിജക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ വട്ടം റെസ്പോൺസ് വ്യത്യാസമായിരിക്കും. നമുക്ക് അവരെ റിജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പണ്ടത്തെ അത്ര ഹേർട്ട് ഫീലിങ്സോ അല്ലെങ്കിൽ പണ്ടത്തെ അത്ര ഒരു ഈ വ്യക്തി എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക വേദനിപ്പിക്കുന്നു എന്നുള്ള തോന്നലൊന്നും ഉണ്ടാകത്തില്ല. വീണ്ടും നമുക്ക് ആ വ്യക്തിയോട് സ്നേഹിക്കാനും അവരെ കുറച്ചും കൂടെ ചേർന്ന് നിർത്തി കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള പ്രേരണയെ നമുക്ക് തരാൻ പോകുന്നത്. അപ്പം അതെങ്ങനെ അപ്പം പിന്നെ നമ്മൾ എന്താ പറയുക നമ്മുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുമ്പം ആ വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ കൺവേർഷൻ പതുക്കെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ അറിയാതെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയാതെ പല രീതിയിൽ പരിശുദ്ധാത്മാവിടെ വർക്കൗട്ട് ചെയ്യും. അപ്പം നമ്മൾ ഈ ഒരു മാസം ഒക്ടോബർ മാസം കൂടുതൽ ജപമാലകൾ ചൊല്ലണമെങ്കിൽ, ജപമാല ചൊല്ലാൻ നിങ്ങൾക്ക് മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ജപമാലകൾ ചൊല്ലാൻ നോക്കും. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ വയസ്സിനനുസരിച്ചുള്ള ജപമാലകൾ ചെല്ലുക. ഈ ജപമാലകൾ വയസ്സിനനുസരിച്ച് ചെല്ലുമ്പം ഇപ്പം ഒരു 35 വയസ്സുള്ള ഒരാൾക്കാണെങ്കിൽ 36 ജപമാലകൾ ചെല്ലും. കാരണം അവരുടെ അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ തൊട്ട് ഉള്ളതാണ് ചെല്ലുന്നത്. പക്ഷെ നിങ്ങൾ ഈ നമ്പർ എത്തിക്കണം നോക്കാതെ ഇപ്പം നമ്മൾ എന്താ പറയുക ഈ അമ്മയുടെ വയറ്റിലായിരിക്കുമ്പം നമ്മളിപ്പോൾ ജോയ്ഫുൾ മിസ്റ്ററീസ് തുടങ്ങുക, അതായത് സന്തോഷ രഹസ്യങ്ങൾ തുടങ്ങുമ്പം നമ്മളിപ്പം ആ ഓരോ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ അവരുടെ കുറച്ചും കൂടെ ഒന്ന് ഇമാജിൻ ചെയ്ത് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഇച്ചിരിയും കൂടെ ഒരു എഫക്റ്റീവ്. കാരണം നമ്മൾ അവരുടെ ഓരോ വർഷം എടുത്തിട്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുവാണ്. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ അത്
അവരുടെ ആ ജീവിതത്തിൽ അന്നുണ്ടായ ചില പാളിച്ചകൾ, അല്ലെങ്കിൽ അന്നുണ്ടായ അവർ ഗോത്രൂ ചെയ്ത അവർക്കുണ്ടായ ചില ഹേർട്ട് ഫീലിങ്സും ഒക്കെ പരിശുദ്ധി അമ്മയ്ക്ക് എന്താ പറയുക, അത് മാറ്റി അവർക്ക് അവരുടെ ഹീലിംഗ് കൊടുക്കാൻ സാധിക്കും. അതിപ്പോൾ അവരറിയുന്നില്ല, പക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പരിശുദ്ധി അമ്മയ്ക്ക് പരിശുദ്ധാത്മാവിലൂടെ ശരിക്കും പറഞ്ഞാൽ സാധിക്കും. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്നു, നമ്മൾ ഓരോ എഴുത്തും പ്രാർത്ഥിക്കും വെറുതെ ഒന്നും ആവത്തില്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും വേണ്ടി ഒരുവിധം ഞാനിങ്ങനെ അവരുടെ വയസ്സിനനുസരിച്ചുള്ള ഇത് ചൊല്ലി തീർത്തിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായിടത്തോളം കാര്യം അവർക്ക് ആർക്കും മാറ്റം വരുന്നുണ്ടോ എന്നുള്ള ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പൊ അവർ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അവരതിനപ്പുറം സ്നേഹിക്കാനും അവരെ ചേർത്ത് നിർത്തി കുറച്ചും കൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കുറച്ചും കൂടെ ഇതായിട്ട് പ്രാർത്ഥിക്കാനും എനിക്ക് പറ്റുന്നുണ്ട്. അപ്പം ഞാൻ പണ്ടൊക്കെ ഫൈറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ നേടണത് ഇപ്പൊ എനിക്ക് അധികമൊന്നും ഫൈറ്റ് ചെയ്യേണ്ടൊന്നും വരത്തില്ല. ഓക്കെ അവർ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, പക്ഷെ കുറച്ച് കഴിഞ്ഞ് അവർ വന്ന് ഓക്കെ യെസ് പറഞ്ഞു. കാരണം അത് ഞാൻ അവരെ ഫോഴ്സ് ചെയ്യുന്നൊന്നുമല്ല, അവിടെ ചില കാര്യങ്ങൾ ബാക്ക് നടക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. എനിക്ക് ഭയങ്കര അത് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. കാരണം ഫൈറ്റ് ചെയ്തായിരിക്കും ചില കാര്യങ്ങളൊക്കെ ഞാൻ നേടിക്കൊണ്ടിരുന്നത്. ഇപ്പം എൻ്റെ അപ്പൻ്റെ അടുത്ത്, ആങ്ങളയുടെ അടുത്ത്, ഭർത്താവിൻ്റെ അടുത്ത്, മമ്മിമാരെ പിന്നെ നമുക്ക് കുറച്ചും കൂടെ എങ്കിലും മമ്മിമാരെയും കൂട്ടാട്ടോ. ഓക്കെ. പക്ഷെ എനിക്ക് മനസ്സിലായത്തോളം ഈ ഒരു സംഭവമാണ് ശരിക്കും ഇവർക്ക് വേണ്ടി ജപമാലകളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പം നമ്മൾ അറിയാതെ പരിശുദ്ധ അമ്മ അവിടെ പല കാര്യങ്ങളും ബ്യൂട്ടിഫുള്ളി വെരി ബ്യൂട്ടിഫുള്ളി വെരി വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ എല്ലാം ചേർത്ത് വെക്കുകയും അപ്പോൾ നമുക്ക് ഈ ഒരു ജപമാല മാസം നമുക്ക് ഒത്തിരി നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും വേണ്ടി അവരുടെ വയസ്സിനനുസരിച്ചുള്ള ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ ജപമാലകൾ ചൊല്ലാൻ നമുക്ക് ശ്രമിക്കാം. അപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ സന്തോഷത്തിന്റെ, പ്രകാശത്തിന്റെ, ദുഃഖത്തിന്റെ, മഹിമയുടെ രഹസ്യങ്ങൾ ശരിക്കും ഉണ്ട്. നമ്മുടെ ജീവിതം തന്നെയാണ് അത് പിന്നെന്ന് പറഞ്ഞാൽ അത് ന്യൂ ടെസ്റ്റമെന്റ് ആണ്. ശരിക്കും നമ്മളൊരു പുതിയ നിയമത്തിലൂടെ ഫുള്ളാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വചനങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഈ ഓരോ രഹസ്യത്തിനനുസരിച്ച് വചന റീഡിംഗ് വരെയുണ്ട്. അപ്പം ശരിക്കും ഒത്തിരി ധ്യാനാത്മകമായി നോക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മളെ തന്നെ ഇമേഴ്സ് ചെയ്തിട്ട് ചൊല്ലാൻ പറ്റുന്ന ഒരു സംഭവങ്ങളും കൂടെയാണ് ഈ ജപമാലകൾ. അപ്പൊ ഇതിന്റെ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഓരോ വയസ്സിലൂടെ അവരുടെ പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അവരുടെ ഒരു 8ാമത്തെയോ 9ാമത്തെയോ വയസ്സിൽ ഭയങ്കരമായിട്ട് ഒരു ഹേർട്ട് ഫീലിംഗിലുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഒരു ജീവിതത്തിൽ അവർക്ക് അംഗീകരിക്കാനാവത്ത, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വിഷമം തട്ടിയ ഒരു ഇതിലൂടെ പോകുവാണെങ്കിൽ നമ്മൾ ആ ഒരു വയസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ ദുഃഖത്തിന്റെ രഹസ്യമാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയത്തില്ല അവരുടെ ജീവിതത്തിൽ എന്താ നടന്നത്. സത്യമായിട്ട് നമുക്ക് ഓരോരുത്തരുടെ ജീവിതത്തിലും ഒന്നും അറിയത്തില്ലായിരിക്കും ഈ വർഷം അവരുടെ ജീവിതത്തിൽ എന്താ നടന്നതെന്നൊന്നും. ചിലപ്പോൾ അവർ തന്നെ മറന്നു പോയിട്ടുണ്ടാവും അത് ഏത് വയസ്സിലാണ് ഏത് സമയത്താണെന്ന്. പക്ഷെ ഇത് അറിയുന്ന പരിശുദ്ധി അമ്മ ആ സമയത്ത് അവർക്കുള്ള എന്താ പറയുക, അവർക്കുണ്ടായ ആ ഒരു കുഞ്ഞു ഹേർട്ട് ഫീലിംഗ്സിൽ പരിശുദ്ധി അമ്മയ്ക്ക് ഇടപെടാൻ സാധിക്കും. കാരണം നമ്മൾ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ ദുഃഖത്തിന്റെ രസം ഈശോയുടെ പീഡാസഹനത്തോട് നമ്മൾ ആ വർഷം ചേർത്ത് വെച്ച് ധ്യാനിക്കുക ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ഒരു ഇച്ചിരി കൂടെ ഒരു ഡീപ്പ് ഒരു ഇതിലോട്ട് നമ്മൾ എന്താ പറയുക ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് ഗോണ ബ്രിങ് അത് ശരിക്കും അവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ, അവരുടെ ജീവിതത്തിൽ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അവരെക്കാൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വരും. കാരണം ഈ വ്യക്തികളെ അംഗീകരിക്കാനും സ്നേഹിക്കാനും അവരെ കൂടുതൽ ചേർത്ത് വെക്കാനും നമുക്ക് സാധിക്കും. അപ്പം ഈ ഒരു ഒക്ടോബർ മാസത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഒത്തിരി ജപമാലകൾ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാവേ, നമുക്ക് വേണ്ടി, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി, നമ്മുടെ ബന്ധുക്കാർക്ക് വേണ്ടി, നമ്മൾ എല്ലാവർക്കും വേണ്ടി. അപ്പം എല്ലാ ദിവസവും ഇത്രയും ഇതെന്ന് പറഞ്ഞ് നമ്മൾ കൗണ്ട് ചെയ്ത് പതുക്കെ ആയിരിക്കട്ടെ കൺവേർഷൻ. ചിലപ്പോൾ ഈ മാസം കൊണ്ട് ചിലപ്പോൾ തീർന്നു വരും. പക്ഷെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചൊല്ലാനുള്ളൊരു കൃപ കിട്ടും. അപ്പം ആവേ മരിയ, ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ എല്ലാവരുടെയും കൂടെ ഈ വട്ടം കുറച്ച് കൂടുതലായിട്ട് പരിശുദ്ധ അമ്മേനെ സ്നേഹിക്കാനും ജപമാലകളെ സ്നേഹിക്കാനും സാധിക്കട്ടെ.